അവന്റെ അമ്മ ഞാനാണ്. അറിയത്തില്ല. അവന്റെ അമ്മ ഞാനാണ് എന്നെ കണക്കിരിക്കുന്നത്. എന്റെ മോനാണോ ഇത്? എന്റെ എനിക്ക് വയ്യ. എനിക്ക് എന്റെ അനുഭവം വേണം. എന്റെ അനുഭവം എന്റെ പൊന്നുമോനെ ഞങ്ങൾക്ക് വയ്യടാ ഇത് കാണാൻ. ഞങ്ങൾക്ക് വയ്യ മോനെ. 19 വയസ്സുള്ള അരുണിനെ പെൺസുഹൃത്തിന്റെ അച്ഛൻ പ്രസാദ് കുത്തിക്കൊന്നത് ദുരഭിമാനക്കൊല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. എപ്പോഴും എന്നോട് സംസാരിച്ചപ്പോൾ 2 പ്രാവശ്യം സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, എങ്ങനെ ശരിയാവും, നിങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, ഞാൻ ഹിന്ദുവാണ്. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയോ മുക്കുവര്. ഈ മുക്കുവർക്ക് എന്താണ് കുഴപ്പം? മനുഷ്യരല്ലേ. അരുണും മകളും തമ്മിലുള്ള ബന്ധം പ്രസാദ് എതിർത്തിരുന്നു. പലപ്പോഴും ഇവർ തമ്മിൽ തർക്കവും ഉണ്ടായി. ബന്ധുവീട്ടിലേക്ക് അരുണിനെ വിളിച്ചു വരുത്തിയ ശേഷം കൊലപ്പെടുത്തുകയായിരുന്നു. സംസാരമായി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉന്തും തള്ളുമായപ്പോഴാണ് ഞാൻ അകത്തോട്ട് പോയത്. അകത്തോട്ട് രണ്ടുപേരെയും പിടിച്ച് മാറ്റി നിർത്താൻ നോക്കി. എന്നിട്ടും അയാൾ ചാടി അവൻ്റെ നേരെ പോകുന്നുണ്ട്. പിടിച്ച് മാറ്റി എന്നെ തള്ളി മാറ്റിയിട്ട് ഇങ്ങനെ എവിടുന്ന കത്തിയെടുത്തതെന്ന് ഞാൻ കണ്ടില്ല. കത്തിയെടുത്ത് ആദ്യം കുത്താൻ പോയപ്പം കത്തി വെച്ച കൈ ഞാൻ പിടിച്ച് ബാക്കിലോട്ടാക്കി. അപ്പോൾ അത് വെച്ച് എന്നെ കുത്താൻ വന്ന് ഞാൻ മതിലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവനെ കുത്തിക്കഴിഞ്ഞു. തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവനെ കുത്തിക്കഴിഞ്ഞു. വീട്ടുകാർ അവരുടെ വീട്ടിൽ 2 പേരുണ്ടായിരുന്നു. അവരാരും ഒന്നും ചെയ്തില്ല. കത്തിയെടുക്കുന്ന കണ്ടിട്ടില്ല അവരാണെങ്കിൽ. പ്രസാദ് മുൻപൊരിക്കൽ അരുണിന്റെ വീട്ടിലെത്തി കുടുംബത്തെ കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. ഇന്നലെയും പ്രതി വീട്ടിലെത്തി അരുണിനെ കാണണമെന്നാവശ്യപ്പെട്ടതായി പിതാവ് പറയുന്നു. ഞങ്ങൾ ആദ്യം താമസിച്ച വീടിൻ്റെ അടുത്ത് വന്ന് അന്വേഷിച്ചാൽ അറിയാം, ഇയാൾ വന്ന് അവിടെ ബഹളം ഉണ്ടാക്കി. ഞാൻ എൻ്റെ മോൻ്റെ കൂട്ടുകാരെ വിളിച്ച് അങ്ങനെ പറഞ്ഞ് വിടിയിപ്പിച്ചതാണത്. ഇരിപ്പിൽ ഇവന് ചില സമയത്ത് നല്ല സ്വഭാവം, ചില സമയത്ത് കാര്യം കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇവനങ്ങ് മാറ്റി പറയും. വിദേശത്തേക്ക് ജോലിക്ക് പോയ അരുണിനെ പെൺകുട്ടിയാണ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തിയതെന്ന് കുടുംബം. അതേസമയം മകളെ അരുൺ ശല്യം ചെയ്തെന്നാണ് പ്രസാദ് പോലീസിന് നൽകിയ മൊഴി. വിളിച്ചു വരുത്തി ആലോചിച്ച് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ അവർ സംശയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് നിന്ന് രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.